ഇത് കണ്ടില്ലേ, നമ്മളൊരു ഫ്രണ്ടിന്റെ ഫോണിലേക്ക് വരുന്നത് കോളാട്ടോ, വാട്സപ്പ് കോളാണ്, വീഡിയോ കോള് കേട്ടോ, നിരത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഇപ്പോൾ കോൾ ചെയ്യാൻ പോവാണ്. എത്ര നേരമായി ഇതിലിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് കോൾ ചെയ്യാൻ പോവാ. എന്താണ് ട്രാപ്പ് എന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഞങ്ങളിതാ ഇവിടെ 4-5 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം ആൾക്കാരൊന്നും കാണിക്കുന്നില്ല, ഒരാൾ മാത്രമേ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ കോൾ ചെയ്തിട്ട് കാണിച്ചു തരാം. എന്തെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചിട്ട് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ അവരുടെ മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തന്ത്രങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ അവർ ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, എങ്ങനെയാണ് ബ്ലാക്ക് മെയിലിംഗ് വരലുള്ളത്. നിങ്ങളിപ്പം കണ്ട വീഡിയോ എന്താണല്ലേ കാരണം, ഇതുപോലുള്ള ഒരുപാട് കോളുകൾ വന്നിട്ട് നിങ്ങളെ കയ്യിലുള്ള പൈസകളും നിങ്ങളെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഫോണിലുള്ള സ്റ്റോറേജിലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും തട്ടിയെടുക്കാനായിട്ട് ഇതുപോലുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. അത് വീഡിയോ എടുത്തു കൊടുക്കുന്ന ഒരാളാണ്, അതിന്റെ പിന്നണിയിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വലിയൊരു തെളിവും കൂടി നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നൈറ്റുകളിൽ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള ഒരു കോള് വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഇവര് നിങ്ങളുടെ ഈ അടിവസ്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് അയപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ അവർ ചെയ്യും. മനസ്സിലായില്ല? അതൊക്കെ അവർ ചെയ്യും. അവർക്ക് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അവർ കാണിച്ചു തരും, അല്ലെങ്കിൽ അതുപോലെ സംസാരിക്കും, ഒക്കെ ചെയ്തു തന്നിട്ട് നിങ്ങളെ ശരീരം അല്ലെങ്കിൽ രഹസ്യ ഭാഗങ്ങൾ അവരുടെ മുന്നിലേക്ക്, അവരുടെ കോളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ക്യാമറയിലേക്ക് പതിയാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ അവർ ചെയ്യും. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു ഗ്യാങ് ആണ്. ഇന്ന് എന്റെ സുഹൃത്ത് ഈ ഒരു കാര്യം എന്നോട് വന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ലൈവായിട്ട് ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്തു. അവന് പേടിണ്ടായിരുന്നു, അവൻ ഇതുവരെ വീഡിയോ കോൾ ചെയ്തിട്ടില്ല, ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ തന്നെ, ഞങ്ങളൊരു 4-5 പേരുണ്ടായിരുന്നു ഇവിടെ, ഞങ്ങളൊക്കെ മാറി നിന്നു, ക്യാമറയുടെ ബാക്കിൽ മാറി നിന്നിട്ട് അവരെ കൊണ്ട് മാത്രം വീഡിയോ ചെയ്യിപ്പിച്ച് ഞങ്ങൾ ക്യാമറ മാറ്റി വെച്ച് വീഡിയോ എടുത്ത ദൃശ്യമാണ് ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത്, അല്ലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദൃശ്യത്തോടെ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരുപാട് പേരുണ്ട്, അവർ നോക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തത് അവിടെ ഒരു 4-5 പേരുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. അപ്പൊ ഇത് എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതായത് സെലിബ്രിറ്റികൾ, അതുപോലെ തന്നെ അത്യാവശ്യം പൈസ ഉള്ള ബിസിനസ്മാര്, അല്ലെങ്കിൽ എന്താ ലോട്ടറി അടിച്ചവര്, ഇൻഷുറൻസ് കിട്ടിയവര്, ഇങ്ങനത്തെ ആണ് ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സെലിബ്രിറ്റി ആണോ അവർക്കൊക്കെ ചിലപ്പം ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ഇതെങ്ങനെയാണ് തട്ടിപ്പ് ഉണ്ടാവുക, ഒരു ഫോൺ കോൾ ചെയ്ത് ഒരു വീഡിയോ കോൾ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിപ്പ് ഉണ്ടാവുമോ, അതുകൊണ്ട് പൈസ പോകുമെന്നൊക്കെ അറിയുന്നവരുണ്ടാവും. നിങ്ങളുടെ ജീവിതം വെച്ച്, നിങ്ങളുടെ ഫേസ് വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം വെച്ച് നിങ്ങളിൽ നിന്ന് 5 ലക്ഷം 10 ലക്ഷം 50 ലക്ഷം 1 കോടി രൂപ വരെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയും. സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ് ഇതൊക്കെ. പക്ഷെ നിങ്ങൾ ചോദിക്കും ഇതൊന്നും എവിടേക്കും പോകില്ല. നിങ്ങളെ കോൾ ലിസ്റ്റ്, നിങ്ങളെ ഫോൺ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ലിസ്റ്റ്, അതിൽ നിങ്ങളെ ഫാമിലി, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളെ കമ്പനി മാനേജർ, അങ്ങനെ എന്ന് വേണ്ട എല്ലാ ആൾക്കാരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ എന്താ പറയാ, എന്നെ വീഡിയോ കോൾ ചെയ്തു, ഇതുപോലെ രാത്രികളിൽ വീഡിയോ കോൾ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ വീഡിയോ എന്ത് ചെയ്യും, പ്രചരിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ വാട്സപ്പുകളിലേക്ക് അയക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളെ കയ്യിലുള്ള ക്യാഷ് എങ്ങനെങ്കിലും അവരുടെ കയ്യിൽ എത്തിക്കാൻ നോക്കുകയാണ് ചെയ്യുക. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം, അല്ലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കാരണം, ഇതുപോലെയുള്ള കോളുകൾ മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്യുക, ഒഴിവാക്കുക. നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ചാടി വീഴാൻ നിൽക്കരുത്. ഞങ്ങൾ അവരെ കോൾ ചെയ്തത് അത്രയ്ക്കും സുരക്ഷമായിട്ടാണ്. ഇമെയിൽ ID ഇല്ലാത്ത ഫോണിനാണ് ചെയ്തത്, കോൾ ലിസ്റ്റ് ഇല്ലാത്ത ഫോണിനാണ് ചെയ്തത്, ഒക്കെ ചെയ്ത് ഞങ്ങൾ ഫുൾ ബ്രൂഫോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് വെറുതെ ട്രാപ്പ് ആകണ്ട. എന്താ പറഞ്ഞ് പറന്നു പോണ എന്താന്ന് പറയാനുണ്ടല്ലോ, ഏണി വെച്ച് പിടിക്കാന്നുള്ളത്, അതുപോലെ വെറുതെ ആ നമ്പറിൽ കയറി ചൊറിയാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാൻ നിൽക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ മറ്റുള്ളവർ ഈ ഒരു കെണിയിലേക്ക് ചാടി വീണ് പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നാലും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഒരു ഷോർട്ട് ബ്രേക്ക്.